സർ നമസ്കാരം. ട്രംപ് പുതിയൊരു കാര്യവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലും ഒന്നും ഇന്ത്യക്കാരെ ജോലിക്കെടുക്കണ്ട, അതിന് പകരം അമേരിക്കൻസിനെ മാത്രം എടുത്താൽ മതി എന്നാണ് മൂപ്പര് പറയുന്നത്. ട്രംപിന്റെ അവസ്ഥാന്തരം എന്ന് പറയുന്നതിന്റെ പല വേർഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പുതിയൊരു വേർഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം എന്തായാലും ഇത് പറഞ്ഞുവെങ്കിലും അത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഇന്ത്യക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമോ? ഇത് ട്രംപിന് തന്നെ പാരയാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ? എന്താണ് സാർ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ട്രംപ് ഏത് രാഷ്ട്രീയക്കാരനെ പോലെയും ഒരു എന്താണ് തങ്ങളുടെ പൗരന്മാർക്ക് പ്രീതികരമാകുന്ന ഒരു മുദ്രാവാക്യം പുറത്തുവിട്ടേക്കുന്നതാണ്. ഇതൊരു നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ മണ്ണിന്റെ മക്കൾവാദം എന്നൊക്കെ വേണമെങ്കിൽ അതിനൊരു എന്താണ് ഒരു ഡെക അതിന് കൊടുക്കാൻ പറ്റും. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമേരിക്കൻ റവന്യൂ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഒരു വൈഷമ്യം ഉണ്ട്. അമേരിക്ക മൊത്തത്തിൽ കടം കയറി കുത്തുവാള എടുത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് ട്രംപ് രണ്ടാമത്തെ തവണ പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചില ക്ലിക്കിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. അത് പക്ഷേ അതിന് കാര്യമായ റെസ്പോൺസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഈ കേരളത്തില് റോഡ് പണിക്ക് ആളിനെ കിട്ടുമോ? കൃഷി ചെയ്യാൻ ആളിനെ കിട്ടുമോ? ഇതൊന്നുമില്ല. അതിനായിട്ട് നമുക്ക് ഇപ്പം ധാരാളം അതിഥി തൊഴിലാളികൾ ഇവിടെ വരുന്നുണ്ട്. 40 ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ വരുന്നുണ്ടെന്നാണ് കണക്ക്. ഈ 40 ലക്ഷം അതിഥി തൊഴിലാളികൾക്കും ജോലിയുണ്ട്. നിർമ്മാണ മേഖലയിലും പിന്നീട് കൃഷിയിലും റോഡ് പണിക്കും അതുപോലെയുള്ള സാധാരണ എടുക്കാവുന്ന തൊഴിൽ, ആ തൊഴിൽ ചെയ്യാനായിട്ട് നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് അതിഥി തൊഴിലാളികളെയാണ്. എന്നാൽ കേരളത്തിൽ തൊഴിലില്ലായ്മ ഉണ്ട് താനും. എന്താണ് നമ്മൾ ജോലി ചെയ്യാത്തത്? അല്ലെങ്കിൽ മലയാളികളായി ഇത്തരം തൊഴിലുകൾ ഏറ്റെടുക്കാൻ പറ്റാത്തതെന്ന്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത നിലവാരം ഉയർന്നു. അപ്പോൾ സമ്പത്തുണ്ട്, കയ്യിൽ പൈസയുണ്ട്. ഈ പൈസ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇവരെ കൊണ്ട് അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കാം. കേരളത്തില് പണ്ട് 8 പേര് 10 പേര് ജോലി ചെയ്തിരുന്ന ഹോട്ടലുകൾ ഇപ്പോൾ 2 ആളുകളുണ്ടെങ്കിൽ ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകാം. അപ്പൊ ഈ ഒരു വ്യത്യാസം, അതായത് നമ്മളുടെ സാമ്പത്തിക സാമൂഹിക നിലവാരത്തിലുണ്ടായ ഒരു മാറ്റം, ഈ മാറ്റത്തിൻ്റെ അകത്ത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് ആധുനികവൽക്കരണം വന്നു കഴിഞ്ഞപ്പോൾ അതിന് പുറംതിരിഞ്ഞു നിന്നു. ഇപ്പോൾ കൃഷി വകുപ്പ് മന്ത്രി പറയുന്നൊരു കാര്യമുണ്ട്, ആറന്മുളയിൽ കൃഷി നടത്തണം. പക്ഷെ എങ്ങനെ കൃഷി നടത്തും? കൃഷിക്ക് ഒരു കൾച്ചറുണ്ട്, ആ കൾച്ചർ നഷ്ടപ്പെട്ടു പോയി. അപ്പം ഇവിടെ കർഷകരുണ്ടാവില്ല. അല്ലെങ്കിൽ ആധുനികവൽക്കരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ആളുകൾ വരാൻ ഇനിയും താമസം വരും. അമേരിക്കയിലെ സ്ഥിതിയും ഏതാണ്ട് സമാനമാണ്. അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം മീനിയലായിട്ടുള്ള അല്ലെങ്കിൽ ചെറുകിട ജോലികൾ ചെയ്യാൻ പറ്റില്ല. അവരതിന് ചെയ്യുന്ന അവർക്ക് ചെയ്യാവുന്ന ജോലികളിൽ അവർ ചെയ്തിട്ട്, അല്ലെങ്കിൽ അവർ ബിസിനസ് ഉണ്ട്, ആ ബിസിനസ് അവർ ചെയ്തിട്ട് അവരുടെ കയ്യിൽ സമ്പത്തുണ്ട്. ഈ സമ്പത്ത് വെച്ചിട്ട് ഒരു പാവ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാവ് ഫാക്ടറി തുടങ്ങാൻ അവർ തയ്യാറല്ല. പകരം ചൈനയിൽ നിന്നും വില കുറഞ്ഞ പാവകൾ വരും. കാരണം അതിൻ്റെ അകത്ത് വിലക്കുറവുണ്ട്. ചൈനയിൽ നിന്ന് പാവ മേടിക്കുമ്പോഴുള്ള വിലക്കുറവുണ്ട്. IT മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ധാരാളം എംപ്ലോയീസിനെ കിട്ടും. സോഴ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ IT കമ്പനികൾക്ക് അപാരമായ ലാഭമുണ്ട്. ഒരു ദിവസം ട്രംപ് പറയുകയാണ് ഇവരെയൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റും ഗൂഗിളും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
ഇവിടുത്തെ ആളുകളെ, ഒന്നാമതേ അമേരിക്കൻസ് ഈ IT മേഖലകളിൽ അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളല്ല. അത് ആ തൊഴിൽ സാധ്യതയിൽ ഇത്ര ചീപ്പായിട്ടുള്ള ലേബർ നിങ്ങൾ സപ്ലൈ ചെയ്യുമോ? അല്ലെങ്കിൽ അധികം വരുന്ന പൈസ ഗവൺമെന്റ് കൊടുക്കുമോ? ട്രംപ് കൊടുക്കുമോ? ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ട്രംപിന് അതിനൊരു ഉത്തരവില്ല. അതുപോലെ ഉത്തരവില്ലാത്ത അനേകം ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രസിഡന്റാണ് ട്രംപ്. മെക്സിക്കോയിൽ നിന്നാണ് അവിടെ വാഴപ്പഴം ഇറക്കുമതി ചെയ്യുന്നത്. അപ്പൊ ട്രംപ് അതിന്റെ പുറത്ത് 40% തീരുവ ഏർപ്പെടുത്തി. താരിഫ് ഹൈക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ മെക്സിക്കൻ വാഴപ്പഴങ്ങൾക്കുള്ള വില $4 വെച്ച് കൂടി. $4 വെച്ച് കൂടി കഴിയുമ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി റെസ്പോൺസ് പ്രതികരണം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ട്രംപ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കൃഷി ചെയ്തൂടെ? നമ്മളുടെ ചില പരിസ്ഥിതിവാദികൾ ചോദിക്കുന്ന പോലെയുള്ള ഒരു ചോദ്യമാണ് ട്രംപ് അവരോട് ചോദിച്ചത്. അപ്പം അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, അമേരിക്കയിലെ വാഴകൃഷി നടത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തിന്റെ പേര് ട്രംപ് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യമാണ് ട്രംപ് പറഞ്ഞത്. കാരണം അമേരിക്കയില് വാഴപ്പഴം കൃഷി ചെയ്യാൻ പറ്റില്ല. അതെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മളുടെ അർദ്ധ ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ മാത്രമേ വാഴപ്പഴം ഉണ്ടാകുകയുള്ളൂ. അവിടെ നിന്ന് വാഴപ്പഴം ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഇത് ഇത്രയും കാലം ജനം അനുഭവിച്ചു വന്നിരുന്ന ഒരു സൗകര്യമാണ് ഒഴിവാക്കാനായിട്ട് പറയുന്നത്. അത് ഇൻ കേസ് അവിടെ വാഴകൃഷി തുടങ്ങുകയോ IT-ക്കാരെ എടുക്കുകയോ ഈ പാവകൾ അവിടെ നിർമ്മിക്കാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഇപ്പോൾ എന്തൊക്കെ മേഖലകളിലാണ് അമേരിക്കൻ വ്യവസായങ്ങൾ ഇല്ലാത്തത്, അല്ലെങ്കിൽ അവര് പുറം രാജ്യങ്ങളെ ആശ്രയിക്കുന്നത്, അതിലേക്ക് അമേരിക്ക ട്രംപിന്റെ നിർദ്ദേശം അനുസരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് അതിന് വേണ്ട മൂലധന നിക്ഷേപം വേണം. ആ നിക്ഷേപം അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്നത്. പിന്നീടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാലത്തിനനുസരിച്ച് മാറുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അത് കേരളമാണ് അതിനിപ്പോഴും ഏറ്റവും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം. അതായത് നമ്മളുടെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിച്ചുകൊണ്ടിരുന്നത് കാരണം നമ്മളുടെ ഡിജിറ്റൽ രംഗം 20 വർഷം പിന്നോട്ടടിച്ചു പോയി. അപ്പൊ ഇങ്ങനെ ഒരു ഗ്യാപ്പ്, അതായത് നമ്മൾ സുഖിമാന്മാരായിട്ടിരിക്കുക. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ സുഖിമാന്മാര്, മലയാളികളെ പോലെ തന്നെ സുഖിമാന്മാരായിട്ടിരിക്കുകയാണ്. അവർക്ക് ഭംഗിയായ വിയർപ്പിന്റെ അസുഖമുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഇനിയും അവിടെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട് നടക്കുമെന്ന് തോന്നില്ല. പക്ഷെ കാലം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വാസ്തവമില്ലാത്ത അല്ലെങ്കിൽ ഭാവനാത്മകമായ നിർദ്ദേശങ്ങൾ ട്രംപ് എന്തിനാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി ആളുകൾ പരിഹാസപൂർവ്വം പറയുന്ന പല കാര്യങ്ങളിൽ എന്തെങ്കിലും ആകാമായിരിക്കും അതിൻ്റെ ഒരു റീസൺ. അത് നമുക്കത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. അപ്പൊ നമുക്ക് നമ്മളുടെ നേരനുഭവത്തിൽ നിന്നും കാണാവുന്ന കാര്യം, കേരളത്തിലെ പരിസ്ഥിതിവാദികൾ, കേരളത്തിലെ ജൈവ കാർഷിക വൃത്തിയുടെ ആൾക്കാര്, പിന്നെ വെച്ചൂർ പശുവിനെ മേടിക്കണം എന്ന് പറയുന്നവര്, ഇങ്ങനെയുള്ള ഭാവനാ ലോകത്തിൽ വിഹരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അമേരിക്കയിൽ ഇങ്ങനെ ഭാവനാ ലോകത്തിൽ പറന്നു നടക്കുന്ന ഒരാളാണ് ട്രംപ്. ബേസിക്കലി ഇവര് മൈക്രോസോഫ്റ്റോ ഗൂഗിളോ IBM ഒന്നും തന്നെ ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ഈ പരിപാടി ചെയ്യാൻ പോവില്ല. കാരണം ഇത്ര കുറഞ്ഞ ചെലവിലും ഇത്ര എഫിഷ്യന്റ് ആയിട്ടും വർക്ക് ഫോഴ്സ് കിട്ടുന്നത് അവർ കട്ട് ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മൾ തൊഴിൽ തേടി പോകുന്ന ഒരു മേഖലയിൽ ഒരെണ്ണമാണ് US. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് യാതൊരു ഒരു കാരണവും നമ്മളിപ്പോൾ കാണുന്നില്ല.
കാരണം അദ്ദേഹത്തിന്റെ ഭാവനാലോകത്തിൽ നടക്കും. ബിസിനസ്സുകാര് എന്താണെന്ന് പറഞ്ഞാൽ ലാഭമുള്ള ബിസിനസ് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യും. നമുക്ക് ഇപ്പോൾ എന്താണ് അതിഥി തൊഴിലാളികൾ വരുന്നത് പോലെ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് അതിഥി തൊഴിലാളികളായിട്ട് പോവുകയും ജോലി ചെയ്യുകയും അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്ന വർക്ക് ഇന്ത്യയിലിരുന്ന് ചെയ്യുകയും ചെയ്യും. ഇത് ഇന്ത്യയിലിരുന്നാണ് അവിടുത്തെ കൂടുതൽ ജോലികൾ ചെയ്യുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളിലൊന്നും പറയുന്നത് പോലെ ആശങ്കാകുലമായ ഒരു സ്ഥിതിവിശേഷം ഇന്ന് അമേരിക്കയിലില്ല. പ്രസിഡന്റ് ട്രംപിന്റെ ഇത്തരം പ്രസ്താവനകളൊന്നും പരിഗണിക്കേണ്ടതുമില്ല.